ഇന്നും നമ്മുടെ നാട്ടിൽ ഇത്തരം വീടുകളൊക്കെ ഉണ്ട് അല്ലേ? യാദർശികമായിട്ട് പല സ്ഥലങ്ങളിലും നമ്മൾ ഇത്തരം വീടുകൾ കാണാറുണ്ട്. എൻ്റെ നാട്ടിൽ ഇതുപോലൊരു ചായക്കടയുണ്ട് കേട്ടോ. അത്ര മനോഹരമാണ്, ഓല മേഞ്ഞ വളരെ മനോഹരമായ വീട്. പക്ഷേ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി എല്ലാ വർഷവും മാറിക്കൊടുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് കാരണമാണ് പലപ്പോഴും ഇതിന് ബുദ്ധിമുട്ടായി വരുന്നത്. നല്ല ഭംഗിയുള്ള റൂഫാണ്, ഓല മേഞ്ഞിട്ടുള്ളത്. പക്ഷെ കാണാനൊക്കെ നല്ല രസമാണ്, താമസിക്കാനും അതിസുഖകരമായ രീതിയിൽ നമുക്ക് ഇതിനകത്ത് താമസിച്ചവരൊക്കെ ഉണ്ടാവും. ഞങ്ങളും ഒരുപാട് പ്രാവശ്യം ഒരുപാട് വർഷങ്ങളോളം ഞാനും താമസിച്ചിട്ടുണ്ട് ഓല വീട്ടിൽ. നല്ല സുഖമാണ് ഉറങ്ങാൻ. പക്ഷേ മഴ പെയ്യുന്ന സമയത്തിൽ ഒരു വർഷം കഴിയുമ്പോഴത്തേനും ചെറുതായിട്ടൊക്കെ വെള്ളം നനഞ്ഞു തുടങ്ങുന്നു. പിന്നീടത് അടുത്ത വർഷം നമ്മൾ ഓല മുടയുന്നത് മാറ്റേണ്ടതായിട്ട് വരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നമ്മൾ ഓല വീട്ടിൽ നിന്ന് പെതുക്കെ മെല്ലെ 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 അത് ഷീറ്റ് വീടിലേക്കും ഷീറ്റിൽ നിന്ന് നമ്മൾ കോൺക്രീറ്റ് വീടുകളിലേക്കൊക്കെ പോയത്. കോൺക്രീറ്റിൻ്റെ ക്രമാതീതമായിട്ടുള്ള ഉപയോഗം നാട്ടിലെമ്പാടുമായി. അങ്ങനെ നാടാകെ കോൺക്രീറ്റ് മയമായി, കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ അതിപ്രസരമായി. അങ്ങനെ മെറ്റീരിയലിനൊക്കെ കാലക്രമേണ വില കൂടിക്കൊണ്ടിരുന്നു. ഇന്നിപ്പോൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്യാൻ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങളിന്ന് നിൽക്കുന്നത് ലക്ഷദ്വീപിലെ അഗത്തിയിലാണ്. അഗത്തി ലക്ഷദ്വീപിൽ ഞങ്ങൾ വന്നിട്ട്, ലക്ഷദ്വീപിൻ്റെ അഗത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ വന്നിട്ട് ഇന്ന് 14 ദിവസമായി. ഞങ്ങൾ വന്നത് വേറൊന്നിനുമല്ല, നല്ല അതിമനോഹരമായ ഒരു റൂഫിൻ്റെ വർക്കിന് വേണ്ടിയിട്ടാണ്. പക്ഷേ റൂഫിൻ്റെ വർക്ക് കാണുന്നതിനേക്കാളും ഇഷ്ടം ആളുകൾക്ക് ഇവിടുത്തെ കടലും ആ കടലോരങ്ങളും ഒക്കെ കാണാനാണ്. തെങ്ങിൻ്റെ നാടെന്നൊക്കെ വേണേൽ പറയാം. ഏകദേശം 9 കിലോമീറ്റർ മാത്രം ദൂരമാണ് നമ്മുടെ ലക്ഷദ്വീപ് അഗത്തിക്കുള്ളത്. അഗത്തിൽ അതിൽ 2-3 കിലോമീറ്ററോളം വരുമെന്ന് തോന്നുന്നു, റൺവേയും എയർപോർട്ടും ഒക്കെ ആയിട്ട്. ബാക്കിയുള്ള പരിമിതമായ സ്ഥലത്ത് വളരെ കുറഞ്ഞ ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഒരു 7000 ആളുകളോ മറ്റോ ഇവിടെ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. കൃത്യമായ വിവരമല്ല. ആ 7000 ആളുകൾ താമസിക്കുന്ന, ഒത്തൊരുമിച്ച് പോകുന്ന, നല്ല ചിരിയുള്ള, നല്ല മനസ്സുള്ള, നല്ല വ്യക്തിത്വമുള്ള, ശാന്ത സ്വഭാവമുള്ള കുറേ അധികം ആളുകളെ കാണാനും പറ്റിയ ഒരു ഇടം എനിക്ക് ലക്ഷദ്വീപിലായി. ലക്ഷദ്വീപിലെ അഗത്തിയിൽ എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ എനിക്ക് തോന്നി. അവരുടെ ഏറ്റവും കൂടുതലും അവരുടെ ഉപജീവനം എന്ന് പറയുന്നത് ഇവിടെ സ്കൂബ ഡൈവ് ചെയ്തിട്ടും അതുപോലെ റിസോർട്ട് സെറ്റപ്പിൽ ആളുകളെ താമസിപ്പിച്ചിട്ടും ടൂറിസ്റ്റുകളെ ഇവിടെ കൊണ്ടുവന്നിട്ടും ഒക്കെയാണ്. അതിൻ്റെ ഭാഗമായാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ പെർമിറ്റ് വിസ പെർമിറ്റ് എന്ന് പറയുന്നത് അത് ജോബ് പെർമിറ്റാണ്. ജോബ് പെർമിറ്റിൽ ലക്ഷദ്വീപിൽ ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ലക്ഷദ്വീപിൽ ഒരു എൻട്രൻസ് കിട്ടുക എന്നുള്ളത്. അതിനുവേണ്ടി നമ്മുടെ യൂട്യൂബിൽ ഇതുപോലത്തെ വീഡിയോകളൊക്കെ കണ്ടതിന് ശേഷമാണ് നമ്മുടെ വർക്കിലേക്ക് അവർ ക്ഷണിച്ചത്. നമ്മുടെ വർക്കിനോടുള്ള അത്രമാത്രം ഇഷ്ടം കൊണ്ട് അവർ നമ്മളെ വിളിച്ച് നമ്മളോട് ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങളൊക്കെ ചോദിച്ച് കാറ്റുള്ളിടത്ത് ഇത് ചെയ്താൽ പ്രശ്നം വരുമോ, അതോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടോ ചോർച്ചയൊക്കെ വരുമോ? ഞാൻ പറഞ്ഞു ഒരിക്കലും എത്ര കാറ്റ് വന്നാലും പറന്നു പോകില്ല, അത്രയും ഓക്കെയാണ്, അത്രയും ക്ലിയർ ആണ്. ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് റൂഫ് ചെയ്താൽ. അങ്ങനെ ഞങ്ങൾ ഒരു 5 റൂഫുകൾ ഏകദേശം 3000 സ്ക്വയർ ഫീറ്റിന് മേലെ വരും. മൊത്തത്തിൽ വർക്ക് അടിപൊളിയായിട്ട് നമ്മളിത് ചെയ്ത് തീർത്തിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത് 5 വീടുകൾ. വളരെ മനോഹരമായിട്ട് ബ്ലാക്ക് കളറുള്ള റൂഫിംഗ് ഷിംഗിൾസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് നമ്മൾ ചെയ്ത് വർക്കെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷത്തിലെടുത്ത ഒരു വീഡിയോ ആണ്. ഇതുപോലുള്ള വർക്കുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണെങ്കിലും വിളിച്ചോ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ.